നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ഒക്ടോബർ മാസം 18-ാം തീയതി സർവേശ്വരകാരകനായ വ്യാഴം കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കുകയാണ്. സാധാരണയായി ഒരു രാശിയിൽ ഒരു വർഷത്തോളം വ്യാഴം സഞ്ചരിക്കാറുണ്ട്. എന്നാൽ 2025 വ്യാഴം 3 രാശികളിൽ മാറി മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനെ ജീവ അതിചാര കാലം എന്നാണ് വിളിക്കുന്നത്. ഒക്ടോബർ മാസം 18-ാം തീയതി കർക്കിടകൻ രാശിയിലേക്ക് വ്യാഴം സംക്രമിക്കുന്ന സമയത്ത് വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതിയിൽ എത്തുമെന്നും ഇത് ധാരാളം നല്ല ഫലങ്ങൾ നൽകുമെന്നും പറയപ്പെടുന്നു. വ്യാഴത്തിൻ്റെ കർക്കിടകൻ രാശിയിലേക്കുള്ള ഈ രാശിമാറ്റം വിവിധ രാശിക്കാർക്ക് സാമ്പത്തികമായും തൊഴിൽപരമായും കുടുംബപരമായും നേട്ടങ്ങളും ഗുണാനുഭവങ്ങളും നൽകുന്നതാണ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. വിശാഖത്തിൻ്റെ അവസാന പാദവും അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക കൂറുകാർക്ക് 2ഉം 5ഉം ഭാവാധിപനായ വ്യാഴമാണ് അഷ്ടമഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. 2025 ഒക്ടോബർ 18 മുതൽ അഷ്ടമഭാവത്തിൽ നിന്നും 9-ാം ഭാവത്തിലേക്ക്, അതായത് ഭാഗ്യഭാവത്തിലേക്ക് വ്യാഴം സംക്രമിക്കപ്പെടുന്നു. 9-ാം ഭാവത്തിൽ സംക്രമിക്കുന്ന വ്യാഴം തൻ്റെ ദൃഷ്ടി സ്വന്തം രാശിയിലേക്കും 3-ാം ഭാവത്തിലേക്കും 5-ാം ഭാവത്തിലേക്കും പതിപ്പിക്കുന്നുണ്ട്. ഭാഗ്യാനുഭവങ്ങൾ വേണ്ടുവോളം ലഭിക്കുന്ന കാലം. കുടുംബത്തിൽ സുഖവും സന്തോഷവും ഉണ്ടാകും. വീട് ലഭിക്കുന്നതിനും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്ന സമയവുമാണ്. ധനനേട്ടങ്ങൾക്ക് ഇടയാകും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുകയും ഗുണാനുഭവങ്ങൾ കൂടുതലായി വന്നു ചേരുന്ന സമയവും ആയിരിക്കും. ആജ്ഞാശക്തി വർദ്ധിക്കും. മനസ്സിന് ധൈര്യവും ഊർജ്ജസ്വലതയും ലഭിക്കുന്നതാണ്. ഏതൊരു പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനും ആകും. ഇതുവരെ കുട്ടികളാകാതെ വിഷമിച്ചിരിക്കുന്ന ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന സമയമാണ്. സന്താനങ്ങളുടെ ഉയർച്ചകൾ കണ്ട് സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും. സന്താനങ്ങളുടെ വിവാഹം നടക്കുന്നത് വഴിയും ഉന്നത പഠനം സാധ്യമാകുന്നത് വഴിയും സന്തോഷിക്കാൻ അവസരങ്ങൾ ഒരുങ്ങും. ആശയവിനിമയം വർദ്ധിക്കും. വാക്കുകൊണ്ട് ഉപജീവനം നടത്തുന്നവർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്താനും അവരിൽ നിന്ന് സഹായങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ആരോഗ്യം മെച്ചപ്പെടും. ശാരീരിക അസ്വാസ്ഥ്യങ്ങൾക്ക് കുറവും വരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും. പ്രത്യേകിച്ച് ഉന്നത പഠനം സാധ്യമാകും. വിദേശയാത്രക്കായി ഒരുങ്ങിയിരിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്നതാണ്. പൂർവപുണ്യങ്ങൾ ലഭിക്കുന്നതിന് ഗുരുക്കന്മാരുടെ അനുഗ്രഹാശിസ്സുകളും ലഭിക്കുന്നതാണ്. ബുദ്ധിപൂർവം തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാനും ആകും. ജാതകത്തിലുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ച് ചില ഫലങ്ങളിൽ മാറ്റങ്ങൾ വരാം. നമസ്കാരം.